ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് 2 ദിവസം മുമ്പുള്ള ഫുഡ് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ 3 ദിവസത്തിന് അഡ്മിഷൻ്റെ സമയത്ത് ഇവിടെ കുഞ്ഞുമായിട്ട് അച്ചാച്ചൻ ഒറ്റയ്ക്കാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലാത്തൊരു സാഹചര്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ പോയത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് മിഡ് നൈറ്റിൽ 11 മണിക്കും 12 മണിക്കൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഫുഡ് കുക്ക് ചെയ്യുന്നതൊന്നും പ്രാക്ടിക്കലി ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. കൂടാതെ കുഞ്ഞും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു വെജിറ്റബിൾ കറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് അന്ന് രാവിലെ ഞങ്ങൾ ദോശയും വെജിറ്റബിൾ കറിയും ഒരു ബോയിൽഡ് എഗ്ഗൊക്കെ ഇട്ട് അങ്ങനെ കഴിച്ചായിരുന്നു കേട്ടോ. അതേ കറി തന്നെ നമ്മൾ വേറെ കണ്ടെയ്നറിലാക്കി 2 ദിവസത്തിനുള്ളത് പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അതുപോലെ ഉച്ചക്കത്തേന് വൈകിട്ടത്തേന് കഴിക്കാൻ വേണ്ടി കുറച്ച് മന്തി പ്രിപ്പയർ ചെയ്ത് വെച്ചു. അച്ചാച്ചൻ്റെയും കൂടെ ഹെൽപ്പോടുകൂടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴുകി തന്നായിരുന്നു കേട്ടോ. കുറച്ച് ബിസി ആയിട്ടാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. ഇതേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ നമ്മുടെ അമ്മമാർ എന്നാൽ ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി ഓരോ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാര്യങ്ങൾ നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് നമ്മളൊരു പൊസിഷനിലെത്തുമ്പോൾ നമ്മുടെ പേരൻസിൻ്റെയൊക്കെ മഹത്വം നമ്മളറിയുന്ന അവർ ചെറുതും വലുതുമായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ അവർക്ക് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ ഇന്ന് നമ്മളൊരു അമ്മയാകുമ്പം, നമ്മൾ റെസ്പോൺസിബിൾ വൈഫാകുമ്പം അല്ലെങ്കിൽ മദറാകുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ. അതൊരു ഡെഡിക്കേഷൻ തന്നെയാണ് കേട്ടോ. അതൊരു സ്കില്ലാണ്. അവരുടെ ആ ഒരു സ്കില്ലിനെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചു. ബാക്കി അതുപോലെ തന്നെ 2-3 കണ്ടെയ്നറിലായിട്ട് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അത് വരുന്നിടം വരെ നൈറ്റിൽ വന്ന് ഒരു നേരം കഴിച്ചിട്ട് പോകാൻ അച്ചാച്ചന് ഉപകാരമായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞും അവയ്ക്കൊരു ദോശയും കുറച്ച് കറിയും ഒരു ബോയിൽഡ് എഗ്ഗും ഒക്കെ പാക്ക് ചെയ്തു. പണ്ട് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിച്ചിരുന്നത് അത് പലതും നമ്മളിപ്പോൾ നിസ്സാരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയോ നമ്മുടെ ഒരു ഡെഡിക്കേഷനോ ഒക്കെ കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ട് ചെയ്തു പോകുന്നതാണ്. അങ്ങനെ അതിൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഒരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ച് ഹാപ്പിയായിട്ട് കുഞ്ഞുവാവയ്ക്കുള്ള പിറ്റേ ദിവസത്തിലുള്ള ലഞ്ചും ഒക്കെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് 2 മണിക്കൂർ മുമ്പ് കുറച്ച് വൻപയറും കുറച്ച് ചോറും ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് പാക്ക് ചെയ്താണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. കാരണം നമുക്കവിടെ നിന്ന് ഫുഡ് കിട്ടുമെങ്കിലും നൈറ്റ് 11 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ചാച്ചൻ കഴിക്കാനുള്ള പാക്ക് ചെയ്തത്. പക്ഷേ ആ ഫുഡാണ് നമ്മൾ രാത്രിയിൽ നല്ല വിശപ്പോട് കൂടി ഇരുന്നപ്പോൾ കഴിച്ചത്. അച്ചാറും പയറും ഒരു ഓംലേറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്ത്. കാരണം അവിടെ ചെന്നപ്പോൾ മെസ്സിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു. ഇവിടുത്തെ പോലെ മെസ്സൊന്നും ഇല്ലല്ലോ. അങ്ങനെ സ്പെഷ്യൽ ഫുഡിൻ്റെ ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തിന് കുഞ്ഞുവാവയ്ക്കുള്ള ഫുഡും പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇച്ചിരി ഫുഡും അവനെ കഴിപ്പിച്ചിട്ടൊക്കെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണെങ്കിലും നമ്മൾ ആ പ്രിപ്പറേഷൻസ് എടുത്ത് വെച്ചിരുന്നത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. സീ വിത്ത് അനദർ വീഡിയോ.